നമ്മുടെ ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും നമസ്കാരം. നമ്മൾ കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി വൈക്കിങ്സ് എന്ന് പറയുന്ന ഒരു ചരിത്രപരമായിട്ടുള്ള ബ്രഹ്മാണ്ഡപരമായിട്ടുള്ളൊരു വെബ് സീരീസാണ് കണ്ടുകൊണ്ടിരുന്നത്. സീസൺ 1 സീസൺ 2യുടെയൊക്കെ വീഡിയോകളൊക്കെ ഇപ്പോൾ ഈ സ്ക്രീനിൻ്റെ മുകളിലായിട്ട് വരും. ആ വീഡിയോകളൊക്കെ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കൂ. സീസൺ 2ൻ്റെ അവസാനത്തെ എപ്പിസോഡിൽ കിങ് ഹോർക്ക് അദ്ദേഹത്തിൻ്റെ ആളുകളെയും കൂടി റാഗ്നറിനെ കുടുംബത്തോടു കൂടി കൊന്ന് കാത്തകെട്ടി പിടിച്ചെടുക്കാനായിട്ട് നോക്കി. പക്ഷേ അവസാനം എന്ത് സംഭവിച്ചു എന്ന് വെച്ചാൽ റാഗ്നർ അതിഭയങ്കരമായിട്ട് കുതന്ത്രം പ്രയോഗിച്ച് കിങ് ഹോറിക്കിനെ കൊന്നു. ഇപ്പോൾ കിങ് ഹോറിക്ക് മരിച്ചുപോയി. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ രാജ്യവും അദ്ദേഹത്തിൻ്റെ രാജാക്കന്മാരുടെ വാളും ഇപ്പോൾ റാഗ്നർ ലോത്ബ്രോക്കിന് സ്വന്തമായി. ഇനി ഇതിന് ശേഷം ഇനി അടുത്ത് എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളതൊക്കെ നമുക്ക് നോക്കാം. വൈക്കിങ്സ് സീസൺ 3 എപ്പിസോഡ് 1 മെർസനറി. തുടക്കത്തിൽ തന്നെ ലഗാത്ത സീറിനെ പോയി കണ്ട് ചോദിക്കും, എനിക്ക് ഇനിയും കുഞ്ഞുങ്ങളെ പ്രസവിക്കാൻ കഴിയുമോ? അപ്പം സീറ് പറയും, അതിനുള്ള സാധ്യത എനിക്ക് കാണുന്നില്ല എന്ന് പറഞ്ഞ് പറയും. പിന്നെ എന്താണ് കാണുന്നത്? രക്തം കൊണ്ടുള്ളൊരു വിളവെടുപ്പും ആഘോഷവും ഞാൻ കാണുന്നു. നിൻ്റെ എതിരെ ഒരുത്തൻ കത്തിയും കൊണ്ട് നിൻ്റെ ശരീരത്തിൽ കീറി മുറിക്കുന്നു. മാർബിൾ കൊണ്ടുള്ളൊരു നഗരമാണ് ഞാൻ കാണുന്നത് എന്ന് പറഞ്ഞ് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ലഗാത്തയ്ക്ക് ദേഷ്യം വന്നിട്ട്, നിങ്ങൾ എന്താണ് ഈ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ശരി, ഞാൻ എപ്പോഴാണ് മരിക്കുന്നത് എന്ന് പറഞ്ഞ് ചോദിക്കും. ഫ്രയാൻ ഓഡിൻ്റെ ഭാര്യ ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞു. പക്ഷെ അത് എപ്പോൾ നടപ്പിലാക്കുമെന്ന് എനിക്കറിയില്ല. നീ വേറൊരു ദിവസം വാ, ഞാൻ അപ്പോൾ പറഞ്ഞു തരാമെന്ന് പറഞ്ഞ് ലഗാത്തയെ അയച്ചുവിടും. ഇപ്പോൾ സ്കാൻഡിനേവിയയിൽ മഞ്ഞുകാലമാണ്. ഒരു വലിയ മലയുടെ മുകളിൽ റാഗ്നർ അദ്ദേഹത്തിൻ്റെ മൂത്ത മകനും കൂടെ ഇങ്ങനെ ഇരിക്കുകയാണ്. റാഗ്നർ മുടിയൊക്കെ വെട്ടി ഇങ്ങനെ സ്റ്റൈലായി. ബിയാനോട് റാഗ്നർ ഇങ്ങനെ പറയും, മഞ്ഞുരുക്കി കഴിഞ്ഞാൽ നമ്മൾ ഉടനെ തന്നെ വെക്സസിലേക്ക് യാത്ര തുടങ്ങണം. കിങ് എഗ്ബത്ത് നമുക്ക് തരാമെന്ന് പറഞ്ഞ ആ മണ്ണ് വാങ്ങണം. നിനക്കറിയാമല്ലോ, അത് മാത്രമാണ് എൻ്റെ സ്വപ്നം. അപ്പോൾ ബിയാൻ, എൻ്റെ ചോര തിളയ്ക്കുന്നു, എനിക്ക് യുദ്ധം ചെയ്യണം, കടൽ കിടക്കണം. അപ്പോൾ റാഗ്നർ, എന്തിനാണ് ഇങ്ങനെ യുദ്ധം ചെയ്യണം എന്ന് പറഞ്ഞിങ്ങനെ തുടിക്കുന്നത്? അപ്പോൾ ബിയാൻ ഇങ്ങനെ കാത്തകെട്ട് കാണിച്ചിട്ട്, ഇതാ ഇതിന് വേണ്ടി തന്നെ. അപ്പോൾ റാഗ്നർ, അങ്ങനെ അവിടെ എന്താണ് ഉള്ളത്? എനിക്കവിടെ ഒന്നും കാണുന്നില്ലല്ലോ. അപ്പോൾ ബിയാൻ, അധികാരം, ഒരു രാജാവിൻ്റെ അധികാരം. അപ്പോൾ റാഗ്നർ, അധികാരം എപ്പോഴും അപകടമാണ്. അത് മോശം കാര്യങ്ങളിലേക്ക് നമ്മളെ ആകർഷിക്കും, നല്ലതിനെ ഇല്ലാതാക്കും. ഈ അധികാരമൊന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല. അതിനുവേണ്ടി അതിൻ്റെ മുന്നിൽ മുട്ടുകുത്തി കുനിഞ്ഞെടുക്കുന്നവർക്ക് മാത്രമേ അത് ലഭിക്കുള്ളൂ എന്ന് പറഞ്ഞ് ഇങ്ങനെ ഉപദേശിക്കും. ഇവിടെ ഹെഡേവിയ സ്കാൻഡിനേവിയയിൽ അവിടെ ലഗാത്തയാണ് ഏൾ ലഗാത്തയെ അവിടെ എല്ലാവരും ഏൾ ഇൻസ്റ്റൻ്റ് എന്നാണ് വിളിക്കുന്നത്. ഇൻസ്റ്റൻ്റ് എന്ന് പറയുന്നത് അവരുടെ കുടുംബ പേരാണ്. ഇതേ സ്ഥലത്ത് തന്നെയാണ് ഐനറും ഉള്ളത്. ഇതിനു മുൻപ് ഈ ഐനറാണ് നമ്മുടെ ലഗാത്തയെ പീഡിപ്പിക്കാൻ നോക്കിയത്. ഇപ്പം ലഗാത്ത അവളുടെ രാജ്യത്തിലെ ഹാളിലെ ഒരു മുറിക്കുള്ളിലേക്ക് ഇങ്ങനെ പോകും. ഇപ്പം ലഗാത്തയുടെ പിന്നാലെ തന്നെ ഒരുത്തൻ കൂടുണ്ട്. ഇവൻ്റെ പേരാണ് കാൽഫ്. ഈ കാൽഫ് വന്ന് ലഗാത്തയ്ക്ക് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി നല്ല വിശ്വാസത്തോടു കൂടി ഇരിക്കുകയാണ്. കുറേ ഈ രാജ്യങ്ങളൊക്കെ സംരക്ഷിക്കുന്ന കാര്യത്തിൽ നല്ല സഹായകരമായിട്ടും ഇരിക്കുകയാണ്. നല്ല വിശ്വസ്തനായിട്ടുള്ള ഒരുത്തനാണ്. ഇപ്പം ലഗാത്ത വെക്സസിലേക്ക് പോകാൻ പോവാണ്. കിങ് എഗ്ബത്ത് തരാമെന്ന് പറഞ്ഞ ആ മണ്ണ് വാങ്ങാനായിട്ട്. ഇപ്പം അങ്ങോട്ട് പോകുമ്പോൾ ഇപ്പോൾ കാൽഫിനെയും ഇങ്ങനെ ക്ഷണിക്കും കൂടെ വരാനായിട്ട്. എന്താണെന്ന് വെച്ചാൽ ലഗാത്തയ്ക്ക് കാൽഫിനെ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. പക്ഷേ ഈ കാൽഫാണെങ്കിൽ വരുന്നില്ല എന്ന് പറയും. അദ്ദേഹം ഹെഡേവിയിൽ തന്നെ ഇരുന്ന് ഹെഡേവിയ സംരക്ഷയോടുകൂടി നോക്കാമെന്ന് പറഞ്ഞ് പറയും. എന്താണെന്ന് വെച്ചാൽ ഐനർ എന്തെങ്കിലുമൊക്കെ ചെയ്ത് ഹെഡേവിയ ഐനറിൻ്റെ നിയന്ത്രണത്തിൽ കൊണ്ടുവന്നാലോ എന്ന് പറഞ്ഞ്. അപ്പോൾ ഇത് കേൾക്കുന്ന ലഗാത്തയും ഇങ്ങനെ സമ്മതിക്കും. ഇപ്പോൾ കുറച്ചു നേരം കഴിഞ്ഞ് ലഗാത്തയും കുറച്ച് സൈനികരോടുകൂടി കുതിരയിൽ ഇങ്ങനെ കാത്തകെട്ടിലേക്ക് പോകും. ലഗാത്ത ഇങ്ങനെ അവിടെ നിന്ന് പോയത് അപ്പം തന്നെ ഐനർ വന്ന് കാൽഫിനോട് വന്ന്, എനിക്ക് നിന്നോട് സംസാരിക്കണം എന്ന് പറഞ്ഞ് ഹെഡേവിയ നമ്മൾ എടുത്താലോ എന്ന് പറഞ്ഞ് ഇങ്ങനെ സംസാരിക്കാൻ വേണ്ടി നിൽക്കുമ്പോഴേക്കും അപ്പം തന്നെ കാൽഫ് അതൊന്നും സമ്മതിക്കില്ല. അദ്ദേഹം അങ്ങനെ ഐനറിനെ തടവിലാക്കും. പൂറൂണും ബിയാണും കൂടെ ഇങ്ങനെ ഇരിക്കുമ്പോൾ പൂറൂൺ ഇങ്ങനെ പറയും, ഈ കപ്പലുകളിൽ നമ്മൾ ഒരുമിച്ച് കടൽ കടന്ന് ഇംഗ്ലണ്ടിലേക്ക് പോകുന്ന കാര്യമാണ് ഞാൻ ആലോചിക്കുന്നത്. അപ്പോൾ ബിയാൻ, ഞാൻ ഇതുവരെയായിട്ട് അങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടില്ല. വെക്സസിലേക്ക് നിന്നെയും കൂട്ടിക്കൊണ്ടു പോകുന്ന കാര്യം ഞാൻ ഇതുവരെയായിട്ട് ആലോചിച്ചിട്ടില്ല. അപ്പോൾ അവളും, ഞാൻ ഇതിനു വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടാണ്, ഒരുപാട് പരിശീലനമൊക്കെ എടുത്തതാണെന്ന് നിനക്കറിയാമല്ലോ. ലഗാത്തനെ നേരിട്ട് വന്ന് എന്നെ പരിശീലിപ്പിച്ചതാണ്. പക്ഷെ നിൻ്റെ വയറിൽ എൻ്റെ കുഞ്ഞ് വളരുന്നുണ്ടെങ്കിലോ, നിന്നെ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ കുഞ്ഞിനെയും നഷ്ടപ്പെടുമെന്ന് പറയും. പൂർവ്വനാണെങ്കിൽ എന്ത് തന്നെ സംഭവിച്ചാലും ഞാനും കൂടെ വരും എന്ന് പറഞ്ഞ് ഇങ്ങനെ വാശി പിടിക്കും. ഇവിടെ റാഗ്നർ ആണെങ്കിൽ അദ്ദേഹത്തിൻ്റെ 3 കുട്ടികളുടെ കൂടെ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരുടെ പേരൊക്കെ എന്താണെന്ന് വെച്ചാൽ ഊബെ, ഹിൻസെഗ്, സിഗ്രറ്റ്. അവരെല്ലാവരുടെ കൂടി ഇങ്ങനെ നല്ല സന്തോഷത്തിൽ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇപ്പോൾ ആസ്ലോഗ് ഐവറിനെ എടുത്തിട്ട് ഇങ്ങനെ വരും. അവർ വന്നത് തന്നെ റാഗ്നർ കുട്ടികളുടെ കൂടെ കളിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെ നിർത്തും. ഇത് കാണുന്ന പ്രിൻസസ് ആസ്ലോഗിനാണെങ്കിൽ ഇപ്പോഴും മനസ്സൊക്കെ എന്തോ പോലാവും, നന്നായിട്ട് സങ്കടം വരും. റാഗ്നർ മറ്റുള്ള കുട്ടികളുടെ കൂടെ ഇടപഴകുന്നത് പോലെ ഐവറിൻ്റെ കൂടെ ഇരിക്കുന്നില്ല. ഇവിടെ ഫ്ലോക്കിയുടെ മുകളിൽ നടക്കാനൊക്കെ തുടങ്ങി. ഇവിടെ ഫ്ലോക്കി,
ഹെൽഗ പിന്നെ മോളുടെ കൂടെ നല്ല സന്തോഷപരമായിട്ടുള്ള ജീവിതം അങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹെൽഗ ഫ്ലോക്കി എന്തെങ്കിലുമൊക്കെ ഒരു തെറ്റ് ചെയ്താൽ പോലും അതെല്ലാം സഹിച്ച് ഫ്ലോക്കിയോട് ദേഷ്യപ്പെടാതെ ഇങ്ങനെ ഇരിക്കുകയാണ്. പക്ഷേ ഈ കാര്യങ്ങളൊന്നും ഫ്ലോക്കിക്ക് ഇഷ്ടപ്പെടുന്നില്ല. എന്താണെന്ന് വെച്ചാൽ കുടുംബമായി കഴിഞ്ഞു വെച്ചാൽ എന്തെങ്കിലുമൊക്കെ ഒരു പ്രശ്നമൊക്കെ വേണ്ടേ, എന്നാലല്ല ഒരു കുടുംബം പോലെ തന്നെ ഉണ്ടാവുകയുള്ളൂ. ഇപ്പോൾ ഫ്ലോക്കി ഇങ്ങനെ വെക്സസിലേക്ക് പോകാനുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഹെൽഗയുടെ അടുത്ത് പറഞ്ഞിട്ട് ഇങ്ങനെ പോകുമ്പോൾ ഫ്ലോക്കി ഇങ്ങനെ പറഞ്ഞിട്ട് പോകും, ഹെൽഗ നീ ഞാൻ വിചാരിച്ചതിനേക്കാളും നല്ലൊരു പെണ്ണാണ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോകും. ഇപ്പോൾ പ്രിൻസസ് ആസ്ലോഗ് ഐവറിനെ എടുത്തിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഐവർ ആ കൊച്ചു കുട്ടിയാണെങ്കിൽ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ റാഗ്നർ അവൻ എന്ത് പറ്റിയെന്ന് പറഞ്ഞ് ചോദിക്കും. എനിക്കറിയില്ല, പക്ഷെ അവൻ ഒരുപാട് വേദനകൾ അനുഭവിക്കുന്നുണ്ട്, എനിക്ക് ആ വേദനകളൊന്നും മാറ്റാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞിങ്ങനെ സങ്കടത്തിൽ പറയും. നിങ്ങൾക്ക് ഈ കാര്യങ്ങളൊന്നും അറിയേണ്ട ആവശ്യമില്ലല്ലോ എന്ന് പറഞ്ഞിങ്ങനെ പറയും. അപ്പോൾ റാഗ്നർ അടുത്ത് വന്ന് ഐവറിൻ്റെ കാലിലിങ്ങനെ തൊട്ട് നോക്കും. അപ്പോൾ പ്രിൻസസ് ആസ്ലോഗ് ചോദിക്കും, നിങ്ങൾക്ക് അവനെ ഇഷ്ടമാണോ? തീർച്ചയായിട്ടും എനിക്കവനെ ഇഷ്ടമാണ്. അപ്പോൾ നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുണ്ടോ എന്ന് പറഞ്ഞ് ചോദിക്കുമ്പോൾ റാഗ്നർ ആണെങ്കിൽ ഇപ്പോൾ ഒന്നും മിണ്ടില്ല. ഇവിടെ നമ്മുടെ റോളോയ്ക്കാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആരോഗ്യസ്ഥിതിയൊക്കെ ഇപ്പോൾ ശരിയായി, പഴയതുപോലെ ഉഷാറായി. പക്ഷേ സിഗി ഇങ്ങനെ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ സിഗി റോളോയോട് ഇങ്ങനെ പറയും, ചിലപ്പോൾ ഞാൻ മനസ്സ് വെച്ചിരുന്നെങ്കിൽ എനിക്കൊരു റാണിയാവാമായിരുന്നു, പക്ഷേ ഇപ്പോൾ എൻ്റെ അവസ്ഥയൊന്ന് നോക്കിയെന്ന് പറഞ്ഞ് പറയാം. അപ്പോൾ റോളോ നീ എന്താണ് ഉദ്ദേശിക്കുന്നത്? അപ്പോൾ സിഗി അങ്ങനെ ദേഷ്യം വന്നിട്ട് അങ്ങനെ പോകും. ഇത് കാണുന്ന റോളോയുടെ മനസ്സൊക്കെ ഇപ്പോൾ നന്നായിട്ട് സങ്കടം വരും. ദേഷ്യം വന്ന് അവിടെയുള്ള സാധനങ്ങളൊക്കെ അങ്ങനെ വലിച്ചിടും. ഇവിടെ എല്ലാവരും കൂടെ നന്നായിട്ട് കുടിച്ചിട്ട് ഇങ്ങനെ ഹാളിലിരിക്കുമ്പോൾ റാഗ്നർ ആത്ലസിൻ്റെ അടുത്ത് പോയിട്ട് ആത്ലസിൻ്റെ കൈ നോക്കിയിട്ട് ആ കുരിശിൽ തളച്ച ആ മുറിവുകളൊക്കെ നോക്കിയിട്ട് പറയും, എനിക്ക് നിന്നെ നന്നായിട്ട് അറിയാം സുഹൃത്തെ, നീ അനുഭവിച്ച യാതനകളും വേദനകളും എല്ലാം എനിക്ക് നന്നായിട്ട് അറിയാമെന്ന് പറഞ്ഞ് ഇങ്ങനെ സംസാരിക്കും. ഇപ്പോൾ റോളോയും ബിയാണും കൂടി ഇങ്ങനെ ഇരിക്കുമ്പോൾ ഇപ്പോൾ ട്രോസ്റ്റ് നന്നായിട്ട് കുടിച്ചിട്ട് വന്ന് പറയും, ഒരു ചെറിയ പ്രശ്നമുണ്ട്, 2 പെണ്ണുങ്ങൾ, ആ 2 പെണ്ണുങ്ങളുടെ വയറിലും എൻ്റെ കുഞ്ഞുങ്ങൾ വളർന്നുകൊണ്ടിരിക്കുകയാണ്, ഇപ്പോൾ അവർ അവകാശവാദവുമായി വന്നിരിക്കുകയാണ്. അപ്പോൾ ബിയാൻ ഇതൊക്കെ നിങ്ങളെ കൊണ്ട് എങ്ങനെ സാധിക്കുന്നു മനുഷ്യ? അപ്പോൾ റോളോ 2 പേരെയും കല്യാണം കഴിക്കുക, അല്ലെങ്കിൽ ഒരാളെ കല്യാണം കഴിക്കുക, ഒരാളെ വെപ്പാട്ടിയായിട്ട് വെച്ചൂടെ എന്ന് പറയും. അത് പറ്റില്ല, അവർക്ക് 2 പേർക്കും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വെറുപ്പാണ്. 2 പേരെയും ഒരുമിച്ച് താമസിപ്പിച്ചാൽ അവർ 2 പേരും അങ്ങോട്ടും ഇങ്ങോട്ടും അടിയുണ്ടാക്കി ചാവും, അല്ലെങ്കിൽ 2 പേരും കൂടെ എന്നെ കൊല്ലും. ഇപ്പം ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞ് ട്രോസ്റ്റ് ഇങ്ങനെ എന്തൊക്കെയോ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ എപ്പോഴാണ് വെക്സസിലേക്ക് പോകുന്നത് എന്ന് പറഞ്ഞ് ഇങ്ങനെ കാത്തിരിക്കുകയാണ്. ഇപ്പോൾ കുറച്ചു നേരം കഴിഞ്ഞ് കാത്തഘട്ടിലെ പൊതുജനങ്ങളൊക്കെ അവരുടെ അവശ്യ സാധനങ്ങളെല്ലാം എടുത്തിട്ട് എല്ലാവരും കൂടെ കപ്പലിൽ ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ്. എന്താണെന്ന് വെച്ചാൽ ഇവരെല്ലാവരും ചേർന്ന് വെക്സസിലേക്ക് പോകാനായിട്ട് നിൽക്കുകയാണ്. ഇനി ഇവരുടെ ജീവിതം അവിടെയാണ്. കുറേയധികം പ്രതീക്ഷകളൊക്കെ ആയിട്ട് ഇവരിപ്പോൾ കാത്തഘട്ട് വിട്ട് വെക്സസിലേക്ക് പോകാനായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. ലഗാത്ത, റാഗ്നർ, ബിയാൻ പിന്നെ പൂർൺ അവളെങ്ങനെയൊക്കെയോ വാശി പിടിച്ച് കപ്പലിൽ കയറി. ഇവിടെ ട്രോസ്റ്റിൻ ഇങ്ങനെ കപ്പലിൽ ഇങ്ങനെ ഒളിഞ്ഞിരിക്കുകയാണ്. ആ ഗർഭിണിയായിട്ടുള്ള 2 പെണ്ണുങ്ങൾ ഇങ്ങനെ വന്ന് ട്രോസ്റ്റിൻ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഫ്ലോക്കി ആണെങ്കിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഇങ്ങനെ ട്രോസ്റ്റിൻ്റെ അടുത്ത് വന്ന് പറയും, ഞാൻ ഇതിന് മുൻപ് തന്നെ നിന്നോട് പറഞ്ഞതല്ലേ ആ 2 പേരുടെയും കൂടി ഇരിക്കുമ്പോൾ എന്ന് പറഞ്ഞ് ട്രോസ്റ്റിൻ ഇങ്ങനെ കളിയാക്കും. ഇപ്പോൾ വെക്സസിലേക്ക് ഇവരെല്ലാവരും നോക്കി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പ്രിൻസസ് ആസ്ലോഗാണ് കാത്തഘട്ട് നോക്കുന്നത്. ഹെഡേവിൽ ഉള്ള കാൽഫ് ഐനറിനെ ഒറ്റയ്ക്കൊരു തോണിയിൽ ഇങ്ങനെ കൂട്ടിക്കൊണ്ടുപോകും. ഐനറിനെ ഇപ്പോൾ കാൽഫ് ഇപ്പോൾ കൊല്ലാൻ പോവാണ്. കാൽഫിൻ്റെ കയ്യിൽ ഇപ്പോൾ ഒരു കോടാലിയുണ്ട്. ആ കോടാലിനെ ഐനർ ഇങ്ങനെ നോക്കും. ഐനർ ഇപ്പോൾ എന്നിട്ട് ഇങ്ങനെ ചോദിക്കും, നിൻ്റെ കയ്യിലുള്ള കോടാലി എനിക്ക് താ, ഇതിനുശേഷം നീ എന്നെ കൊന്നു കഴിഞ്ഞാൽ, കോടാലി എൻ്റെ കയ്യിൽ ഉണ്ടാകുമ്പോൾ ഞാൻ മരിച്ചു കഴിഞ്ഞാൽ ഞാൻ യുദ്ധക്കളത്തിൽ വീരമരണം ആയതുപോലെ വിചാരിക്കും എന്ന് പറഞ്ഞ് ഐനർ ഇങ്ങനെ പറയും. ഇത് കേൾക്കുന്ന കാൽഫ് തൻ്റെ കയ്യിലുള്ള കോടാലി എടുത്ത് ഐനറിൻ്റെ കയ്യിൽ കൊടുക്കും. ഐനർത് വാങ്ങിച്ചതും തന്നെ അവൻ്റെ മുഖം അങ്ങനെ മാറും. എന്നിട്ട് പറയും, നീ ഇപ്പോൾ ഒരു വലിയൊരു മണ്ടത്തരമാണ് കാണിച്ചത്. അപ്പം കാൽഫ്, ഈ കോടാലി ഇനി നീ എനിക്കെതിരായിട്ട് ഉപയോഗിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതെന്താ? നീയൊരു നിരായുധനായിട്ടുള്ളൊരു മനുഷ്യനെ കൊന്നാൽ ലഗാത്ത പറഞ്ഞതുപോലെ തന്നെ നീയൊരു ഭീരുവാണെന്ന് തെളിയപ്പെടും. പിന്നൊരു കാര്യം, ഞാൻ നിന്നെ കൊല്ലണമെന്ന് വിചാരിച്ചിരുന്നെങ്കിൽ അത് എപ്പോഴേ നടന്നിട്ടുണ്ടാവും. എനിക്ക് നിന്നെ വെച്ചൊരു ആവശ്യമുണ്ട്, അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇതുവരെ നിന്നെ കൊല്ലാതെ വച്ചിരിക്കുന്നത് എന്ന് പറയും. ലഗാത്ത വെക്സസിൽ പോയി അവിടെ പോയി മണ്ണ് വാങ്ങുന്നു, കൃഷി ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞാണ് അവൾ പോയത്. ശരിക്കും ലഗാത്ത ഒരു ഏളിനെ പോലെ പെരുമാറുന്നില്ല. ഇപ്പോൾ ഞാൻ എന്താണ് പറഞ്ഞു വരുന്നത് എന്ന് വെച്ചാൽ, ഹിഡേബിക്ക് ഞാൻ ഏളാവാം, നീ എൻ്റെ കൂടെ ഇരുന്ന് എനിക്ക് വിശ്വസ്തയോടുകൂടി നിന്നാൽ മതി. നമ്മൾ 2 പേരും ചേർന്ന് ഹിഡേബിയെ ഭരിക്കാം, കുറേ കൊള്ളകളൊക്കെ അടിക്കാം നമ്മുടെ രീതിയിൽ എന്ന് പറഞ്ഞ് പറയും. ലഗാത്ത കാൽഫിന് നല്ല വിശ്വാസമായിരുന്നു, പക്ഷേ കാൽഫ് ചതിക്കും. കിങ്ഡം ഓഫ് വെക്സസ്, ഇംഗ്ലണ്ടിൽ റാഗ്നറും കാത്തഘട്ടിൽ നിന്ന് വന്ന ജനങ്ങളും നോർത്ത്മാൻസ് എല്ലാവരും ഇങ്ങനെ എത്തിക്കഴിഞ്ഞു. അപ്പോൾ കിങ് എഗ്ബത്ത് എല്ലാവരെയും സ്വാഗതം ചെയ്യും. പ്രത്യേകിച്ച് സ്വാഗതം റാഗ്നർ ലോത്ബ്രോക്ക് എന്ന് പറയുമ്പോൾ അപ്പ ആത്ലിസ്റ്റിൻ. ഇപ്പം അദ്ദേഹം കിങ് ആണെന്ന് പറയും. കിങ് റാഗ്നർ ലോത്ബ്രോക്ക് എന്ന് പറയും. അപ്പോൾ കിങ് ഹോറിക്കിന് എന്ത് പറ്റിയെന്ന് പറഞ്ഞ് ചോദിക്കും. അപ്പോൾ അദ്ദേഹം ഒരു അപകടത്തിൽപ്പെട്ട് മരിച്ചുപോയെന്ന് പറയും. അപ്പോൾ കിങ് എഗ്ബത്ത്, ഇപ്പോഴാണ് നമ്മൾ ശരിക്കും തുല്യരായത്.
ഇപ്പം എല്ലാവരും കൂടെ കിങ് എഗ്ബത്തിൻ്റെ കൊട്ടാരത്തിലിരുന്ന് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ തന്നെ പ്രിൻസസ് കുന്തനത്തുണ്ട്. അപ്പം റാഗ്നർ ചോദിക്കും, ഞങ്ങളുടെ ആളുകൾക്ക് എന്ത് പറ്റി? മേഴ്സിക്ക് വേണ്ടി പോരാടാൻ ഇറങ്ങിയ ഞങ്ങളുടെ ആളുകൾക്ക്. അപ്പം പ്രിൻസസ് കുന്തനത്ത് പറയും, നിർഭാഗ്യവശാൽ എൻ്റെ അമ്മാവനും എൻ്റെ അനിയൻ്റെയും സൈന്യത്തിൻ്റെ മുന്നിൽ അവർക്ക് പിടിച്ചു നിൽക്കാനായിട്ട് പറ്റിയില്ല, പരാജയപ്പെട്ടു. പക്ഷേ റാഗ്നർ, നിങ്ങളും ലഗാത്തിയും ഞങ്ങൾക്കൊപ്പം ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് വിജയം ഉറപ്പാണ്. അപ്പോൾ ലഗാത്ത നോർവീജിയൻ ഭാഷയിൽ റാഗ്നറിനോട്, നമ്മളിവിടെ വന്നിരിക്കുന്നത് കൃഷി ചെയ്യാൻ വേണ്ടി മാത്രമാണ്, ഇതിനും നമുക്കും തമ്മിൽ യാതൊരു ബന്ധവുമില്ല, പറഞ്ഞൊഴിവാക്കി വിട് എന്ന് പറയും. അപ്പം കിങ് എഗ്ബത്ത്, കിങ് റാഗ്നർ ലോത്ത്ബ്രോക്ക്, നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി ഒരു ചെറിയ സഹായം ചെയ്യുമോ? നിങ്ങൾക്ക് സമ്മതമുണ്ടെങ്കിൽ പ്രിൻസസ് കുന്തനത്തിന് വേണ്ടി മേഴ്സിയിലേക്കുള്ള യുദ്ധത്തിൽ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഇറങ്ങുമോ എന്ന് പറഞ്ഞിങ്ങനെ ചോദിക്കും. അപ്പോൾ റാഗ്നർ, ഇതൊന്നും നമ്മുടെ യഥാർത്ഥ കരാറിലില്ല, പക്ഷേ എന്നാലും നമ്മുടെ സൗഹൃദ ബന്ധത്തിന് വേണ്ടി ഞാനിതിന് സമ്മതിക്കുന്നു. പക്ഷേ ലഗാത്തെ ഉണ്ടാവോ ഇല്ലയോ എന്നുള്ള കാര്യം എനിക്കറിയില്ല എന്ന് പറയും. അപ്പം ആഥൽവുൾഫ്, ഈ അവിശ്വാസികളോടൊപ്പം ചേർന്ന് യുദ്ധത്തിന് പോകാനായിട്ട് ഞാനും തയ്യാറാണ് എന്ന് പറയും. അപ്പോൾ റോളോയും, എൻ്റെ സഹോദരൻ്റെ തീരുമാനം അതാണെങ്കിൽ എൻ്റെയും തീരുമാനം അതാണെന്ന് പറയും. അപ്പോൾ ബിയാനും, എൻ്റെ ചോര തിളച്ചുകൊണ്ടിരിക്കുകയാണ്, യുദ്ധം ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഇവിടേക്ക് വന്നിരിക്കുന്നത്, യുദ്ധമല്ലാതെ മറ്റൊന്നും എനിക്ക് വേണമെന്നില്ല എന്ന് പറയും. ട്രോസ്റ്റിനും കൃഷിയാണോ കോടാലിയാണോ എന്നൊരു ചോദ്യം ചോദിച്ചാൽ ഞാൻ എപ്പോഴും കോടാലി എന്നേ പറയുള്ളൂ എന്ന് എല്ലാവർക്കും അറിയാം, ഞാനും യുദ്ധത്തിന് വരാമെന്ന് പറയും. ഇപ്പോൾ ഫ്ലോക്കി, പേഴ്സ്യം നമ്മുടെ പ്രശ്നമല്ല, പക്ഷെ എന്നാലും ഞാനും കൂടെ വരാമെന്ന് പറയും. ഇപ്പം എല്ലാവരും സമ്മതിച്ചു കഴിഞ്ഞു, ലഗാത്ത ഒഴികെ. ഇപ്പം ലഗാത്തയും ആത്ലിസ്റ്റിനും കിങ് എഗ്ബത്ത് കൊടുക്കാമെന്ന് പറഞ്ഞ സ്ഥലം നോക്കാനായിട്ട് പോകാനായിട്ട് നിൽക്കുകയാണ്. ഇനി ജീവിതം അവിടെ തുടരാനായിട്ട് പോവാണ്, കൃഷിയൊക്കെ ചെയ്തിട്ട്. ആത്ലിസ്റ്റൻ കിങ് എഗ്ബത്തിനോട് പറയാതെയാണ് കാത്തഘട്ടിലേക്ക് പോയത്. ഇപ്പം ആത്ലിസ്റ്റൻ തിരിച്ചു വന്നു. കിങ് എഗ്ബത്തിന് ഇപ്പോൾ നല്ല സന്തോഷമായി. ആത്ലിസ്റ്റൻ ഇവിടം വിട്ട് പോകുമ്പോൾ ആ കുരിശുമാല അവിടെ തന്നെ വച്ചിട്ട് പോയിട്ടുണ്ടാവും. ഇപ്പോൾ ആ കുരിശുമാല എടുത്ത് ആത്ലിസ്റ്റൻ്റെ കയ്യിൽ തന്നെ, നീ ഇത് ഇവിടെ തന്നെ മറന്നു വെച്ചിട്ട് പോയി എന്ന് പറഞ്ഞ് ആത്ലിസ്റ്റിൻ്റെ കയ്യിൽ തന്നെ കിങ് എഗ്ബത്ത് കൊടുക്കും. ഇവിടെ ലഗാത്തയുടെ കൂടെ വന്ന ജനങ്ങളെല്ലാവരും അവരുടെ സാധനങ്ങളൊക്കെ എടുത്തിങ്ങനെ പോകാനായിട്ട് നിൽക്കുകയാണ്. കിങ് എഗ്ബത്ത് അവർക്ക് കൊടുക്കാമെന്ന് പറഞ്ഞ ആ മണ്ണും സ്ഥലവും കാണാനായിട്ട്. ഇപ്പോൾ അവിടെയുള്ള ആത്ലിസ്റ്റിൻ്റെ അടുത്ത് ജൂഡിറ്റ് വരും. ജൂഡിറ്റ് ആരാണെന്ന് വെച്ചാൽ ലോർഡ് ആഥൽവുൾഫിൻ്റെ ഭാര്യയാണ്. ആത്ലിസ്റ്റിനെ ഇതിനു മുമ്പ് കുരിശിൽ തളച്ചിട്ടുണ്ടായിരുന്നില്ലേ, അപ്പം അദ്ദേഹത്തിൻ്റെ കയ്യിൽ മുറിവുകളൊക്കെ ആയിട്ടുണ്ടാവും. ആ മുറിവുകളൊക്കെ ജൂഡിറ്റ് ഇങ്ങനെ നോക്കിയിട്ട് ആത്ലിസ്റ്റിനോട് പറയും, ഇത് കാണുമ്പോൾ എനിക്ക് വിശ്വസിക്കാനേ പറ്റുന്നില്ല എന്ന് പറഞ്ഞ് ആത്ലിസ്റ്റിൻ്റെ കയ്യിൽ ഇങ്ങനെ ഉമ്മ വയ്ക്കും. ഇങ്ങനെ ഉമ്മ വയ്ക്കുന്നത് അവളുടെ ഭർത്താവ് പിന്നാലെ തന്നെ നിന്നിങ്ങനെ കാണും. അതായത് ലോർഡ് ആഥൽവുൾഫ് ഇതെല്ലാം കണ്ടു. ഇപ്പോൾ ലോർഡ് ആഥൽവുൾഫ് ഇങ്ങനെ അടുത്ത് വന്നതും ആത്ലിസ്റ്റൻ അങ്ങനെ മാറിപ്പോകും. ജൂഡിറ്റിൻ്റെ അടുത്ത് പോയിട്ട് ആഥൽവുൾഫ് പറയും, ഞാൻ യുദ്ധത്തിന് പോവുകയാണ്, നമ്മുടെ കുഞ്ഞിനെ നീ സംരക്ഷയോടുകൂടി നോക്കണം, ഞാൻ തിരിച്ചു വരുന്നതുവരെയും ക്ഷമയോടെ കാത്തിരിക്കണം എന്ന് പറയും. അതായത് ജൂഡിറ്റിൻ്റെ വയറിൽ ആഥൽവുൾഫിൻ്റെ കുഞ്ഞ് വളരുന്നുണ്ട്. ഇപ്പോൾ ബിയാൻ ഇങ്ങനെ പൂർവിൻ്റെ അടുത്ത് പോയിട്ട്, നീ ഞങ്ങളുടെ കൂടെ വരണമെന്നില്ല, നിനക്ക് വേണമെങ്കിൽ ലഗാത്തയ്ക്കൊപ്പം അവരുടെ കൂടെ പോകാം, എനിക്ക് നിന്നെ ഇഷ്ടമാണ്, നിൻ്റെ വയറിൽ എൻ്റെ കുഞ്ഞ് വളരുന്നുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത് എന്ന് പറയും. പക്ഷേ എന്നാലും പൂർവൻ ബിയാൻ പറയുന്നതൊന്നും കേൾക്കുന്നത് പോലില്ല. കിങ് എഗ്ബത്ത് ആത്ലിസ്റ്റിനെയും ലഗാത്തെയും താൻ കൊടുക്കാമെന്ന് പറഞ്ഞ സ്ഥലം കാണിച്ചു കൊടുക്കാനായിട്ട് ഇങ്ങനെ കൂട്ടിക്കൊണ്ടു പോകും. ഇതേ സമയത്ത് പ്രിൻസസ് കുന്തനത്തും ലോർഡ് ആഥൽവുൾഫും റാഗ്നറും ഇവരെല്ലാവരും കൂടെ മേഴ്സിയെ പിടിച്ചടക്കാനായിട്ട് യുദ്ധം ചെയ്യാനായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. മേഴ്സിയിലേക്ക് ഇവരിങ്ങനെ കപ്പലിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ റാഗ്നർ പ്രിൻസസ് കുന്തനത്തിനോട്, നിങ്ങളുടെ അമ്മാവനെ പറ്റി പറയുമോ എന്ന് പറഞ്ഞ് ചോദിക്കും. അദ്ദേഹത്തിൻ്റെ പേര് ബ്രാത്ത് വുൾഫ് എന്നാണ്. ഇപ്പോൾ അദ്ദേഹം സ്വയം വിളിക്കുന്നത് കിങ് ബ്രാത്ത് വുൾഫ് എന്നാണ്. അയാൾക്ക് അതിനുള്ള അവകാശമില്ല, എൻ്റെ കിരീടം അയാൾ തട്ടിപ്പറിച്ചു. അപ്പോൾ നിങ്ങളുടെ ചെറിയനോ, അവൻ്റെ പേര് ബർഹൾഡ് എന്നാണ്. ഞങ്ങളെപ്പോഴും ഒരുമിച്ചായിരുന്നു, എനിക്ക് അവനെ നല്ല ഇഷ്ടമായിരുന്നു. പിന്നെ എങ്ങനെയാണ് അവൻ നിങ്ങളുടെ എതിരെയായത്? എൻ്റെ അമ്മാവൻ തന്നെ. അവൻ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് മനസ്സ് മാറ്റിക്കാണും, അല്ലെങ്കിൽ കൈവശം കൊടുത്തു കാണാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ കൂടോത്രമോ മന്ത്രമോ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കാണാം. എന്ത് മന്ത്രമോ? എന്താണ്, നിങ്ങൾക്ക് നേരെ ആരും മന്ത്രമൊന്നും പ്രയോഗിച്ചിട്ടില്ല റാഗ്നർ ലോത്ത്ബ്രോക്ക്. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഭാര്യ, സുഹൃത്തുക്കൾ, സഹോദരന്മാർ, അങ്ങനെ ആരെങ്കിലും? ഞാനും ഒരുപാട് വട്ടം ചതിക്കപ്പെട്ടിട്ടുണ്ട്, പക്ഷെ അതിനെല്ലാം കാരണം നീ പറഞ്ഞ കൂടോത്രമോ മന്ത്രമോ ഒന്നുമല്ല. എവിടെ കിങ് എഗ്ബത്തും ആത്ലിസ്റ്റിനും ലഗാത്തയും കൂടി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ കിങ് എഗ്ബത്ത് ലഗാത്ത ഇങ്ങനെ വായി നോക്കിക്കൊണ്ടിരിക്കും. അപ്പോൾ ലഗാത്ത ആത്ലിസ്റ്റിനോട് നോർവീജിയൻ ഭാഷയിൽ ഇങ്ങനെ ചോദിക്കും, അയാൾ എന്തിനാണ് എന്നെ തന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നത് എന്ന് ചോദിക്കുക എന്ന് പറഞ്ഞ് ചോദിക്കുമ്പോൾ അപ്പോൾ കിങ് എഗ്ബത്ത് പറയും, ഞാൻ ഇതിനു മുൻപ് ഇവളെപ്പോലൊരു സ്ത്രീയെ കണ്ടിട്ടില്ല, ഞാൻ ഇവളിൽ വല്ലാതെ ആകർഷിതനാണ്, ഇവളൊരു ഷീൽഡ് മെഡ് പോരാളിയാണ്, എനിക്ക് വളരെ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ് ഇങ്ങനെ പറയും. ഇവിടെ മേഴ്സിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന എല്ലാവരും ഒരു സ്ഥലത്ത് കൂടാരമൊക്കെ അടിച്ചിങ്ങനെ വിശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ അപ്പോൾ പ്രിൻസസ് കുന്തനത്തെ ഇങ്ങനെ നൃത്തം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് കാണുന്ന ട്രോസ്റ്റിൻ, ഹോ, എനിക്ക് മാത്രം ഇവളെ കിട്ടിയാൽ നാളെ തന്നെ കല്യാണം കഴിക്കണം, കുറേ പിള്ളേരെയൊക്കെ ഉണ്ടാക്കണം, മരിക്കുന്നത് വരെ ഞാനും ഇവളെ ഒരുമിച്ചായിരിക്കും, ഞങ്ങൾ പരസ്പരം ആർക്കും പിരിക്കാനേ പറ്റില്ല എന്ന് പറഞ്ഞ് ഇങ്ങനെ ഫ്ലോക്കിയോടും ബിയാനോടും റോളോനോടും ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പോൾ ഇവർ 3 പേരും കൂടി ഇങ്ങനെ പറയും, നീ ഇപ്പോൾ കുറേ ദിവസമല്ല പെണ്ണ് എന്ന് മാത്രമേ മനസ്സിലും വിചാരമല്ല ഉള്ളൂ എന്ന്.
എന്ന് പറഞ്ഞ് ഇവരെ മൂന്നുപേരും കൂടി ഇങ്ങനെ കളയാക്കിക്കൊണ്ടേയിരിക്കും. ഇവിടെ ലോർഡ് ആത്തൽവുൾഫ് ഇങ്ങനെ മാറിയിരുന്ന് ഇങ്ങനെ അവരുടെ ബിഷപ്പിനോട് പറയും, അച്ഛൻ എന്ത് തന്നെ പറഞ്ഞാലും ഇവരെ വിശ്വസിക്കുന്നത് നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരു ബോധവുമില്ലാത്ത ആളുകളുടെ ജീവിത രീതിയാണ് ഇവരുടേത്. അവരുടെ ദൈവങ്ങൾ മാത്രമേ ഈ ലോകത്തുള്ളൂ എന്നാണ് പറയുന്നത്. ഇവന്മാരെ വെച്ച് ഇനി അടുത്ത് എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല എന്ന് പറഞ്ഞ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അപ്പോൾ അവിടെയുള്ള ബിഷപ്പ് പറയും, എല്ലാം നന്നായിട്ട് തന്നെ പോകുമെന്ന് വിചാരിക്കാമെന്ന് പറഞ്ഞ് ഇങ്ങനെ ആശ്വസിപ്പിക്കും. ഇപ്പോൾ പെട്ടെന്നൊരു സൈനികൻ കുതിരയും കൊണ്ട് ഓടി വന്ന് പ്രിൻസസ് കുന്തനത്തിൻ്റെ അമ്മാവനും അനിയനും സൈന്യവുമായിട്ട് ഇവർ വരുന്നത് മുൻകൂറായി അറിഞ്ഞിട്ട് സജ്ജമായിട്ട് കാത്തിരിക്കുകയാണ് എന്ന് പറഞ്ഞിങ്ങനെ പറയും. അപ്പം തന്നെ കപ്പലുകളൊക്കെ എടുത്തിട്ട് നമ്മുടെ ആളുകൾ മേഴ്സിയെ നോക്കി നല്ല വേഗതയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പ്രിൻസസ് കുന്തനത്ത് റാഗ്നറിനോട് പറയും, നമ്മൾ ഉടനെ തന്നെ മേഴ്സിയിലെത്തും. നിങ്ങൾ എനിക്ക് വേണ്ടി യുദ്ധത്തിന് ഇറങ്ങുന്നു. ഞാൻ സത്യം ചെയ്ത് പറയുന്നു, നമ്മൾ മാത്രം വിജയിക്കുകയാണെങ്കിൽ മണ്ണ് പൊന്ന് ഇതിനെല്ലാം മേലെ വലിയ വിലയുള്ളൊരു സാധനം ഞാൻ നിങ്ങൾക്കായി സമ്മാനമായിട്ട് തരും എന്ന് പറയും. പക്ഷേ എന്നാൽ റാഗ്നർ ഇതെല്ലാം കേട്ടിട്ടും ഇങ്ങനെ മിണ്ടാതിരിക്കും. ഇപ്പോൾ ഇവരിങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇപ്പോൾ ഇവർക്ക് നേരെ പെട്ടെന്ന് കുറേ അമ്പുകളൊക്കെ വരും. ആ അമ്പുകളിലേക്ക് അപ്പം തന്നെ ഷീൽഡ് കൊണ്ട് ഇങ്ങനെ തടക്കും. എന്താണെന്ന് പറഞ്ഞ് നോക്കിയാൽ പ്രിൻസസ് കുന്തനത്തിൻ്റെ സഹോദരൻ വേറൊരു കരയിൽ നിന്ന് ഇവരിങ്ങനെ അമ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വേറൊരു കരയിൽ തന്നെ അതിൻ്റെ അപ്പുറത്ത് തന്നെ പ്രിൻസസ് കുന്തനത്തിൻ്റെ അമ്മാവനും സജ്ജമായിട്ട് ഇങ്ങനെ സൈന്യമായിട്ട് നിൽക്കുകയാണ്. ഇപ്പോൾ ഇരുഭാഗത്തും രണ്ട് വലിയ സൈന്യമുണ്ട്. ഇപ്പോൾ ഉള്ള ഒരേ ഒരു നല്ല കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ രണ്ട് സൈന്യത്തെ കൊണ്ട് ഒരുമിച്ച് നിൽക്കാനായിട്ട് പറ്റില്ല. എന്താണെന്ന് വെച്ചാൽ രണ്ടും വെവ്വേറെ കരയിലാണ് ഉള്ളത്. അപ്പോൾ ബിയൻ, അച്ഛാ അവരും നല്ലൊരു സൈന്യം തന്നെയാണ് എന്ന് പറയും. അപ്പോൾ റോളോ, നമ്മളിനി അടുത്ത് എന്താണ് ചെയ്യേണ്ടത് സഹോദര എന്ന് പറഞ്ഞിങ്ങനെ ചോദിക്കും. ഇതേ സമയത്ത് ഇവിടെ കിങ് എഗ്ബത്ത് ലഗാതയെയും ആത്തലിസ്റ്റിനെയും അദ്ദേഹം കൊടുക്കാമെന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് ഇങ്ങനെ കൂട്ടിക്കൊണ്ടുപോയിട്ട് ഇങ്ങനെ കാണിച്ചു കൊടുത്തിട്ട് പറയും, ഇവിടെ തുടങ്ങി അവസാനമില്ലാതെ കാണുന്നത്രയ്ക്കുമുള്ള ഭൂമി ഇനി നിങ്ങൾക്കുള്ളതാണ്. ഇവിടെ നിങ്ങളുടെ ആവശ്യം നിറവേറ്റാൻ കഴിയുന്നത്രയ്ക്ക് ഒരുപാട് വയലുകളൊക്കെ ഉണ്ട്. എല്ലാവരുടെയും ഭാവിക്കും നല്ല സമാധാനത്തിനും മാത്രമാണ് ഞാൻ ആവശ്യപ്പെടുന്നത് എന്ന് പറഞ്ഞ് പറയും. ഇത് കാണുന്ന ലഗാത്തയ്ക്ക് ഇപ്പോൾ നല്ല സന്തോഷമാവും. ഇപ്പോൾ റാഗ്നർ ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞു. പ്രിൻസസ് കുന്തനത്തിനോട് പറയും, ഇടതുഭാഗത്തെ സൈന്യത്തെ അപേക്ഷിച്ച് വലതുഭാഗത്തെ സൈന്യം ചെറുതാണ്. ഈ രണ്ട് സൈന്യത്തിനും ഒരുമിച്ച് ബന്ധിപ്പിക്കാനുള്ള പാലം ഇവിടെ അടുത്തൊന്നും കാണുന്നില്ല. അപ്പോൾ ഈ രണ്ട് സൈന്യത്തിനും പെട്ടെന്ന് അങ്ങനെ ഒന്നു ചേർക്കാൻ കഴിയില്ല. ആദ്യം നമ്മൾ നിൻ്റെ അമ്മാവനെ ആക്രമിക്കാമെന്ന് പറയും. ഇപ്പോൾ എല്ലാവരുടെയും കത്തി ഇങ്ങനെ പറയും, വലതുഭാഗത്തെ സൈന്യത്തെ മാത്രം നോക്കിയാലും മതി എന്ന് പറഞ്ഞിങ്ങനെ കത്തി പറയും. അപ്പോൾ തന്നെ എല്ലാ കപ്പലുകളും വലതുഭാഗത്തേക്ക് ഇങ്ങനെ തുഴയാൻ തുടങ്ങും. ഇപ്പോൾ ഇതെല്ലാം ദൂരത്തിൽ നിന്ന് പ്രിൻസസ് കുന്തനത്തിൻ്റെ സഹോദരൻ നോക്കും. എന്നിട്ട് അദ്ദേഹത്തിൻ്റെ സൈനികരോട് അവർക്കെതിരെ നോർത്ത് അമ്പ് ചെയ്യാനായിട്ട് പറയും. അപ്പോൾ തന്നെ അവരൊക്കെ അമ്പ് ചെയ്യും. പക്ഷേ അത്ര ദൂരമൊന്നും ആ അമ്പുകളൊന്നും പോവില്ലല്ലോ. അങ്ങനെ വെള്ളത്തിൽ തന്നെ പോകും. ഇപ്പോഴാണ് അദ്ദേഹത്തിനൊരു കാര്യം മനസ്സിലാവുന്നത്, അദ്ദേഹത്തിൻ്റെ അമ്മാവനെ അദ്ദേഹത്തിന് സഹായിക്കാനായിട്ട് പറ്റില്ല എന്നുള്ള കാര്യം. ഇപ്പോൾ റാഗ്നറും നോർത്ത് ലോർഡ് ആത്തൽവുൾഫിൻ്റെ സൈനികരും എല്ലാവരും കൂടി ഇങ്ങനെ വലതുഭാഗത്ത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അടുത്തെത്താറായതും ഇത് കാണുന്ന കുന്തനത്തിൻ്റെ അമ്മാവൻ ഇങ്ങനെ കത്തും. ഇവന്മാർ നമ്മുടെ മണ്ണിൽ കാല് കുത്താൻ പോലും പാടില്ല എന്ന് പറഞ്ഞിങ്ങനെ അമ്പ് ചെയ്യും. പക്ഷേ ആ അമ്പുകളൊക്കെ അപ്പം തന്നെ നമ്മുടെ ആളുകൾ ഷീൽഡിട്ട് തടുക്കും. ഇപ്പോൾ നോർത്ത് അവരുടെ കരയിൽ കാല് കുത്തിയതും യുദ്ധം തുടങ്ങി. ഇപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും വെട്ട് കുത്ത് ചോരയൊക്കെ ഇങ്ങനെ തെറിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഈ യുദ്ധം നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ റോളോ അറിയാതെ ലോർഡ് ആത്തൽവുൾഫിനെ അടിക്കാനായിട്ട് ഇങ്ങനെ എതിരായിട്ട് പോകും. അതിനുശേഷം രണ്ടുപേരും മനസ്സിലാക്കിയതിന് ശേഷം പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ പിരിഞ്ഞു പോകും. പൂർണ്ണനാണെങ്കിൽ അങ്ങനെ വേഗതയിൽ യുദ്ധം ചെയ്യലൊന്നും അറിയില്ലല്ലോ. ഇതാണെന്ന് തോന്നുന്നു അവളുടെ ആദ്യത്തെ യുദ്ധം. ഇത് കാണുന്ന ബിയാണ് ഇങ്ങനെ പൂർണ്ണ ഇങ്ങനെ ഒറ്റയ്ക്ക് ഇങ്ങനെ മാറ്റി ഇങ്ങനെ കൂട്ടിക്കൊണ്ടുപോകും. ഇതെല്ലാം റാഗ്നറും ഇങ്ങനെ അവിടെ നിന്ന് ഇങ്ങനെ കണ്ടുകൊണ്ട് തന്നെയാണ്. റാഗ്നർ ആണെങ്കിൽ ഒറ്റയ്ക്ക് ഇങ്ങനെ അടിച്ച് തെറിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് കുറേ പേരെ. റോളോനെ പറ്റി ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാമല്ലോ, യുദ്ധക്കളത്തിൽ റോളോ ഇറങ്ങിക്കഴിഞ്ഞാൽ എങ്ങനെ അടിക്കുമെന്നൊക്കെ. ഇപ്പോൾ ട്രോസ്റ്റിന് ഒറ്റയ്ക്ക് നിന്ന് ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇപ്പോൾ അദ്ദേഹത്തെ പെട്ടെന്നൊരു സൈനികനെ ഇങ്ങനെ അമ്പ് ചെയ്യും. ആ അമ്പിനെ അപ്പം തന്നെ നമ്മുടെ ട്രോസ്റ്റിനെ അങ്ങനെ പൊട്ടിച്ച് കളയും. പക്ഷേ എന്നാലും അദ്ദേഹം അങ്ങനെ നിലത്ത് അങ്ങനെ താഴെ വീഴും. ആ സൈനികൻ അങ്ങനെ നമ്മുടെ ട്രോസ്റ്റിനെ ഇങ്ങനെ കൊല്ലാൻ വേണ്ടി നോക്കും. അപ്പോൾ തന്നെ ഫ്ലോക്കി വന്ന ആ സൈനികൻ്റെ കഴുത്തിറക്കും. ഇപ്പോൾ കുന്തനത്തിൻ്റെ അമ്മാവൻ്റെ അടുത്തേക്ക് റാഗ്നർ എത്തി. പക്ഷേ എന്നാലും അദ്ദേഹത്തിന് തുടരണമെങ്കിൽ റാഗ്നർ കുറേ സൈനികരെ ഇങ്ങനെ അടിച്ച് തെറിപ്പിക്കണം. ഇപ്പോൾ അതുപോലെ തന്നെ കുറേ സൈനികരെ ഇങ്ങനെ വെട്ടി കൊന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ പെട്ടെന്ന് പോയി പ്രിൻസസ് കുന്തനത്തിൻ്റെ അമ്മാവനെ കുതിരയിൽ നിന്ന് താഴെ തള്ളിയിടും. ആരാണെന്ന് വെച്ചാൽ നമ്മുടെ ഫ്ലോക്കി തന്നെ. അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള കോടാലിയും കൊണ്ട് ഒരൊറ്റ വെട്ടിൽ തന്നെ കുന്തനത്തിൻ്റെ അമ്മാവനെ തീർക്കും. അതോടുകൂടി അദ്ദേഹത്തിൻ്റെ കാര്യവും തീരുമാനമായി. മേഴ്സിയ രാജ്യത്തിലെ രാജാവിനെ, കിങ്ങിനെ നമ്മുടെ ഫ്ലോക്കി കൊന്നു കഴിഞ്ഞു. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ കിരീടം ഇങ്ങനെ ഫ്ലോക്കി തലയിൽ നിന്ന് ഇങ്ങനെ എടുക്കും. ഇതെല്ലാം ദൂരത്തിൽ നിന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ് പ്രിൻസസ് കുന്തനത്തിൻ്റെ സഹോദരനും പ്രിൻസസ് കുന്തനത്തും. ഇതെല്ലാം കണ്ടിട്ട് ഇങ്ങനെ സങ്കടപ്പെടും. ഇപ്പോൾ ഒരു ഭാഗം പിടിച്ചടക്കി കഴിഞ്ഞു, ഇനി വേറൊരു ഭാഗം മാത്രമേ ഉള്ളൂ. ഇവിടെ വെച്ച് ഈ എപ്പിസോഡും കഴിയുന്നു. ഇനി അടുത്ത് എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളതൊക്കെ നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ നോക്കാം.